പറഞ്ഞപ്പോഴാ ഞാനും എന്റെ ഫ്രണ്ടും വയനാട്ടിലേക്ക് ടൂറ് പോയത്. ഇതിന്റെ ഇടയിൽ കൂടെ ഇലകളെല്ലാം കാണുന്നു. എന്റെ പൊന്നടാവേ, ഓ ആ കാണുന്നൊക്കെ ഇറങ്ങുമോ എന്റെ അമ്മോ, എന്തൊരു കോഴിത്തരിപ്പാ. കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോഴാ എനിക്ക് ന്യൂയോർക്ക് ഓർമ്മ വന്നു. എന്റെ പൊന്നെ, എന്റെ മാമൻ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെക്കേഷൻ ഞാൻ അവിടെ പോയിട്ട് പോഷനൊക്കെ പിന്നെ ആദ്യം പ്രകൃതിയെ കുറിച്ച് പഠിക്കണം, എന്നാലേ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ കാലാവസ്ഥ തീവ്രമായ തണുപ്പ്, പുറത്തിറങ്ങിയാൽ തന്നെ കോഴിത്തരിച്ചു. ഇവിടെ ഞാനാ ക്ലാസ് നീയോ പത്തേക്ക് ഇരുന്നതല്ലേ, ഇറങ്ങി പോടി. അപ്പൊ നമ്മളെന്താ പറഞ്ഞിരുന്നത്? ആ, അവിടുത്തെ തണുപ്പ് കോഴിയിലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. സാറേ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു എമർജൻസിയാ, ഒന്ന് വേഗം വാ. എന്തുവാ? അതിനകത്ത് ബയോളജി പേപ്പർ ചെക്ക് ചെയ്തേ, നല്ല സൂപ്പർ ആയിട്ടല്ലേ ചെക്ക് ചെയ്തേ. പിന്നെ സൂപ്പർ അല്ലേ, പിള്ളേർക്കൊക്കെ നല്ല മാർക്ക് കൊടുത്തു. പണിയാലോ. എന്തുവാ? ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എനിക്കെന്തോടെ കുഴപ്പം? എനിക്കുന്നതുകൊണ്ട് എന്താ പറഞ്ഞതെന്നറിയാവോ? മരിച്ചതിന്റെ കാരണം ബയോളജി പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോ എനിക്കെന്താ പ്രശ്നം? ആ പേപ്പർ സാറെ നോക്കി അതിൽ ഫുൾ മാർക്ക് ഇട്ടു കൊടുത്ത് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ജോലി പോക്കാം. അയ്യോ പോയോ? ഇപ്പഴാണ് നിന്റെ ന്യൂയോർക്ക്. നീ വേറെ പോയി ചെയ്യാം. വെള്ളിയാഴ്ച ഉച്ചക്ക് സാറിന്റെ ക്ലാസ്സിൽ ഫാനോണ്ട് കേരള പാഠാവലി പുസ്തകം എടുക്ക്. അതായിക്കുന്നു. എന്താ സാറേ ദാഹിക്കുന്നുണ്ടോ? അതായിക്കുന്നു, വായിക്ക്. അപ്പൊ മക്കളെ, ഇതാണ് നമ്മളെ പാഠം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് 1000 വട്ടം വേണേ പറഞ്ഞത്. നമ്മളെ ബന്ധം സുഹൃത്തുക്കളെ പോലെ തന്നെ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും, അതാണ് എനിക്ക് ഏറ്റവും വലുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കും മക്കളെ. എവിടെ നോക്കിയിരിക്കുന്നതാ? ഇത്ര മനസ്സിലായോ? നിനക്ക് മാത്രം മനസ്സിലായോ? നീ എവിടെ നോക്കിയിരിക്കുന്നതാ? ഇങ്ങനെയാണോ നീ ഇവിടെ ഇരിക്കണ്ട? ഇങ്ങോട്ട് ഇറങ്ങി പോ, ഇറങ്ങി പോ, ഇറങ്ങി പോ, ഇറങ്ങി പോ, ഇറങ്ങി പോ, ഇങ്ങോട്ട് പോ, ഇറങ്ങിയില്ലേ? ഇറങ്ങി പോ, അങ്ങോട്ടേ ഇറങ്ങി പോ. നീ എവിടെ മക്കളെ, എന്തെങ്കിലും ഡൗട്ടിനെ ചോദിക്കണം കേട്ടോ. ഒന്നല്ല രണ്ടല്ല 14 വട്ടം വേണേ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെ സുഹൃത്തുക്കൾ പോലെ കണ്ടാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഈ പഠിക്കാൻ നോക്കാം. മക്കളെ, ചെറിയൊരു എക്സാം നടത്താൻ താല്പര്യമുണ്ട്. നിങ്ങൾ നടന്നിട്ടായിരുന്നു. നമുക്ക് എക്സാം അല്ല വേണം, നമുക്ക് 20-ാം തീയതി. 20-ാം തീയതി എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഇവിടുത്തെ എച്ചമോ? ഞാൻ സമയം പറയും. നാളെ എക്സാം. എല്ലാം പഠിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. എക്സാം 10 എക്സാം നടത്താൻ സമയം. ഹലോ സാറേ, ആ ടൂറോ? ആ, ഞാൻ കുട്ടികളോട് ചോദിച്ചോട്ടെ പോകുന്നുണ്ടോ കേട്ടോ. നമുക്ക് സാറിനോട് പറഞ്ഞാലോ ടൂറിന് പോകണ്ടാന്ന്? ഇന്നലെ നമ്മളെ ടൂറ് കൊണ്ടുപോകുന്നു. സാറേ, മക്കള് ടൂറിന് പോകണ്ടെന്നാ പറയുന്നത്. ഞങ്ങളില്ല കേട്ടോ. ആ, അപ്പൊ എല്ലാവർക്കും 4 ദിവസം അവധിയാ. നമുക്കില്ലേ കൊളുത്ത് പോയി കുളിച്ചാലോ? എന്നാല് നമുക്ക് 4 ദിവസം ലീവാ. അതുകൊണ്ട് നമുക്ക് 2 പോയി ഫുട്ബോളും കളിച്ച് മുട്ടായി വാങ്ങിയിട്ട് വീട്ടിലും പോവാം. നമുക്ക് 4 ദിവസം ലീവ് വേണ്ട, 2 ദിവസം. ഓ 2 ദിവസം പോയി. അല്ല, ബാക്കി 2 ദിവസം നമുക്ക് നോട്ട് ചെയ്താം. പിന്നെ പിറ്റേ ദിവസം എക്സാം. എങ്ങനെ? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ
നോട്ടൊക്കെ എഴുതിട്ട് ആ നോട്ടൊക്കെ ഇങ്ങ് എടുത്തേ. എന്താ ബുക്ക് എടുക്കാൻ താമസം? ബുക്കല്ല എന്റെ മഴക്കിന്റെ പോപ്പിക്കൂടാ എന്റെ മഴക്കിന്റെ പോപ്പിക്കൂടാ എനിക്ക് പനി. നാളെ വരുമ്പോ ഇത് പഠിച്ചിട്ട് കേട്ടോ.